കീടം എന്നത് മാന്യമായ പ്രയോഗമാണോ? എനിക്ക് അതിന് മറുപടി തന്നാൽ മതി. കാട് കയറി പറയേണ്ട ആവശ്യമില്ല. അത് ഉത്തരം പറ. അല്ല, കീടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിരോധിക്കപ്പെട്ട വല്ല പദമാണോ? ഉപയോഗിക്കാത്ത പദമാണോ? ഒരുമാതിരി സോഷ്യലിസ്റ്റ് വർത്താനം പറഞ്ഞാണല്ലോ പോറഞ്ചവിട്ട് ഞാൻ കുറ്റിപ്പുറവായിക്കളെ. ഒരു പ്രസംഗ മധ്യയിൽ ഒരു വാക്ക് പറഞ്ഞതിനെ പിടിച്ച് ഇത്രമാത്രം വികാരം കൊള്ളേണ്ട കാര്യമുണ്ട്. ആ ഷാജി എന്ന് പറഞ്ഞ ആൾ ഇത്രയും വികാരം. ഇതിന് ഞാനിപ്പോ മറുപടി പറയുന്നില്ല. കാരണം തെണ്ടിപ്പട്ടികളോട് സംസാരിക്കേണ്ട ഭാഷ എനിക്ക് വശമില്ല. വീട്ടിലെ സ്ത്രീകളോട് സഖാ വർഷകുമാർ എങ്ങനെയാണോ സംസാരിക്കാറ്? അവരെ അഭിസംബോധന ചെയ്തത് കീടമേന്നാണോ? ഞങ്ങൾക്ക് സ്ത്രീകളോട് ബഹുമാനമില്ല. ഞങ്ങൾ സ്ത്രീത്വത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. സ്ത്രീകളുടെ താല്പര്യം സംരക്ഷിക്കാൻ നിൽക്കുന്നവരാണ് ഞങ്ങൾ. അവരുടെ ഏത് വിഷയത്തിലും മുന്നിൽ നിൽക്കുന്നവരാണ് ഞങ്ങൾ. പാട്ടിയാൽ എന്ത് ഷാജി അദ്ദേഹം പറഞ്ഞ എത്രയോ വാക്കുകൾ, മോശപ്പെട്ട വാക്കുകൾ, എന്തതിനെ കുറിച്ച് നമ്പ്യാര് ചെലവഴിക്കാൻ ഒരു ചാനൽ ചർച്ചയിൽ പരസ്പര ബഹുമാനമില്ല സംസാരിക്കുന്നതാണോ മാന്യത? അങ്ങനെയാണോ അങ്ങനെ പറയേണ്ടത്? അങ്ങനെ വേണ്ട വേണ്ട കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. ഞാൻ പറഞ്ഞത് ഒരൊറ്റ വാക്ക് പോലും അൺപാർലമെന്ററി ആക്കുന്ന ഭാഷ ഞാൻ പ്രയോഗിച്ചില്ല. എനിക്ക് അൺപാർലമെന്ററി ആക്കുന്ന ഭാഷ നന്നായി പ്രയോഗിക്കാൻ അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതിന് മഹത്വം പറയാനോ അല്ലെങ്കിൽ അത് പ്രയോഗിച്ചില്ല എന്നുള്ളതിന്റെ കൂടെ വിഷമമല്ല ഞാൻ പറയുന്നത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അപ്പൊ നമ്മൾ അറിയേണ്ടുന്ന ഒരു വിഷയം ജീവിതഗന്ധിയായി വരേണ്ടിയിരിക്കുന്ന ഒരു സമരത്തെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും വരെ കെടുക. ഈ നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്ന അവിടെ അയാൾക്ക് എന്തിട്ടാവില്ല, അയാൾക്ക് ഒരിക്കലും തന്നെ വികാരപരമായ സമരത്തെ അഭിമുഖീകരിക്കാൻ കഴിയില്ല. 100% ഞാൻ യോജിക്കുന്നു. മുദ്രാവാക്യം വിളിക്കുന്നതിനും ആ മുദ്രാവാക്യം ചങ്കിൽ തട്ടി പ്രകമ്പനം കൊള്ളണം. ചങ്കിൽ തട്ടി പ്രകമ്പനം കൊള്ളുന്ന മുദ്രാവാക്യം വിളിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ലെഫ്റ്റ് പൊളിറ്റീഷ്യൻ ആവുന്നത്, അല്ലെങ്കിൽ അതിന്റെ സിംബലൈസർ ആവുന്നത്. അതുപോലെ അറിയാതെ മോശവും മ്ലേച്ഛവുമായ ഭാഷ പ്രയോഗിക്കുക. ആ ഭാഷ എന്താ ചെയ്യുക? ആ ഭാഷ ഗംഭീരമാണെന്ന് പ്രഖ്യാപിക്കുക. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അത്രമാത്രം മലീമസമാക്കിയിരിക്കുന്നു ഈ കേരളത്തിലെ രാഷ്ട്രീയത്തെ ഈ CPIM എന്ന് പറയുന്ന ഒരു പാർട്ടി. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? സി കണ്ണാടനെ പോലെയുള്ള ഉജ്ജ്വലരായ നേതാക്കന്മാരുണ്ടായിരിക്കുന്ന ഒരു പാർട്ടി, ഒരു സംഘടനയാണത്. ആ സംഘടനക്ക് ഇതുപോലുള്ള ആളുകൾ വരിക, ഒരു CA2 പേര് കൊടുക്കുക. എത്ര പാപമാണത്! എന്നിട്ടോ ഈ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും. ഇവൻ ആരണോ? ഇവൻ ഫ്യൂഡലോ? ഇത്ര ഫ്യൂഡലാവുന്ന ആൾക്ക് എങ്ങനെയാണ് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാവാണെന്ന് പറയാൻ കഴിയുക? ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ.